Hi friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DNA replication ആണ്. Replication means duplication. അതായത് ഈ പ്രോസസ്സിൽ ആക്ച്വലി സംഭവിക്കുന്നത് കോപ്പിയിങ് ഓഫ് DNA പ്ലസ് ഡ്യൂപ്ലിക്കേഷൻ. അതായത് മോളിക്യൂൾസ് പ്രൊഡ്യൂസസ് സെവറൽ എക്സാക്റ്റ് കോപ്പീസ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓരോ ഡോട്ടർ സെല്ലിനും മദർ സെല്ലിൽ നിന്നുള്ള എക്സാക്റ്റ് കോപ്പി ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ലഭിക്കും. ഇനി ഈ DNA എന്ന് പറയുന്നത് തന്നെ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ ഇൻ്റർഫേസ്, എസ് ഫേസ് എന്നീ സെൽ ഡിവിഷൻ്റെ സ്റ്റേജസിലാണ് റെപ്ലിക്കേഷൻ പ്രോസസ്സ് സംഭവിക്കുന്നത്. ഇൻ്റർഫേസ് നമുക്കറിയാം, രണ്ട് സെൽ ഡിവിഷനുകൾക്കിടയിലുള്ള ഒരു സെൽ സ്റ്റേജിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് ഫേസ് ആണ്. സെൽ ഗ്രോത്ത് നടക്കുന്നത് ഈ ഫേസിലാണ്. ഇതൊരു റെസ്റ്റിംഗ് ഫേസ് കൂടിയാണ്. ഇനി എസ് ഫേസ് നമുക്കറിയാം, DNA സിന്തസിസ് സംഭവിക്കുന്നത് ഈ ഫേസിലാണ്. ഇനി ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ദാറ്റ് കംപ്രൈസസ് ഓഫ് വൺ സ്ട്രാൻഡ് ദാറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ മദർ സെൽ ആൻഡ് ദ അതർ സ്ട്രാൻഡ് ഇസ് ന്യൂലി സിന്തസൈസ്ഡ്. അതിനാൽ തന്നെ നമുക്കിതിനെ സെമി കൺസർവേറ്റീവ് ടൈപ്പ് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്നും പറയാം. ഈച്ച് സ്ട്രാൻഡ് സെർവ്സ് ആസ് എ ടെംപ്ലേറ്റ് ഓർ മോൾഡ് ഓവർ വിച്ച് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഈസ് സിന്തസൈസ്ഡ്. അതായത് ഓരോ സ്ട്രാൻഡും ഒരു ടെംപ്ലേറ്റ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. ഇനി റെപ്ലിക്കേഷൻ്റെ സമയത്ത് പാരൻറ്റ് സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ലാസ്റ്റ് ടെർമിനേഷൻ. ഇനി ഇനിഷ്യേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ. അപ്പോൾ ഈ ടേം ഒറിജിൻ എന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ DNA സിന്തസിസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് കോഡിംഗ് റീജിയനിലാണ്. ആ സ്പെസിഫിക് കോഡിംഗ് റീജിയനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി ഇനിഷ്യേറ്റർ പ്രോട്ടീൻസ്, അതായത് DNA പ്രോട്ടീൻ ഈ ഒറിജിൻ സൈറ്റുകളെ ടാർഗറ്റ് ചെയ്യും. എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഫോർ റിക്രൂട്ടിംഗ് അഡീഷണൽ പ്രോട്ടീൻ. എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻ ദ റെപ്ലിക്കേഷൻ പ്രോസസ്സ്. എന്നിട്ട് അതൊരു റെപ്ലിക്കേഷൻ കോംപ്ലെക്സ് ഈ DNA ഒറിജിന് ചുറ്റും ഫോം ചെയ്യും. ദർ ആർ സെവറൽ ഒറിജിൻ സൈറ്റ്സ് ഓൺ വിച്ച് DNA റെപ്ലിക്കേഷൻ ഇസ് ഇനിഷ്യേറ്റഡ്. അതായത് DNA റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഒത്തിരി ഒറിജിൻ സൈറ്റ്സ് ഇതിലുണ്ട്. ആൻഡ് ദ ലോക്കൽ സെപ്പറേഷൻ ഓഫ് DNA സിംഗിൾ സ്ട്രാൻഡ്സ് പ്രൊഡ്യൂസസ് എ സ്വോളൻ പോർഷൻ കോൾഡ് റെപ്ലിക്കേഷൻ ഐ. എന്നിട്ട് ഈ റെപ്ലിക്കേഷൻ ഐയിൽ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് എ സ്ട്രക്ചർ കോൾഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. എന്നിട്ട് ഈ റെപ്ലിക്കേഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ദാറ്റ് ഇസ് ദ ലോക്കൽ സെപ്പറേഷൻ ഓഫ് ടു സ്ട്രാൻഡ്സ് വിച്ച് സ്റ്റാർട്ട്സ് അറ്റ് ദ ഒറിജിൻ. ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് സ്ട്രാൻഡ്സിൻ്റെ സെപ്പറേഷൻ. എന്നിട്ട് ഈ സൂപ്പർ കോയിൽഡ് ആയിട്ട് ഇരിക്കുന്ന DNA ഉണ്ടല്ലോ, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ ആ പ്രോസസ്സ് ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന രണ്ട് എൻസൈമുകളുണ്ട്. ഏതൊക്കെയാണ്? DNA ഗൈറേസും DNA ഹെലിക്കേസും. ഇനി DNA ഹെലിക്കേസിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ടു അൺവൈൻഡ് ദ ഡബിൾ ഹെലിക്സ്. എങ്ങനെയാണ് ഈ ഡബിൾ ഹെലിക്സിനെ അത് അൺവൈൻഡ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ട്രാൻഡുകൾക്കിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ രണ്ട് സ്ട്രാൻഡിനെയും എക്സ്പോസ് ചെയ്യും. എന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഇതിനെ എക്സ്പോസ് ചെയ്യുന്നത്? രണ്ട് സ്ട്രാൻഡായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും ഫോർ ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ. എന്നിട്ട് ഈ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴുണ്ടല്ലോ, ഇത് വീണ്ടും ഡ്യൂപ്ലെക്സ് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് SSB പ്രോട്ടീൻ, അതായത് സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ വന്ന് ഈ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNAയിൽ ബൈൻഡ് ചെയ്യും. അൺവൈൻഡഡ് ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് DNA ക്രിയേറ്റ്സ് Y-ഷേപ്ഡ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും Y-ഷേപ്പിലുള്ള റെപ്ലിക്കേഷൻ ഫോർക്കാണത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് സെപ്പറേഷന് ശേഷം ഓരോ സ്ട്രാൻഡും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ഫോർ ദ സിന്തസിസ് ഓഫ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്.
This complementary strand cannot be initiated directly. It requires a short sequence of DNA. അതായത് RNA പ്രൈമർ സിന്തസൈസ്ഡ് ബൈ പ്രൈമേസ് എൻസൈം. ഇനി ഇലോങ്ങേഷൻ എന്ന സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. DNA പോളിമറേസ്, അതായത് DNA പോളിമറേസ് 3 എന്ന എൻസൈമിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് വെച്ചാൽ ഈ ന്യൂ DNA ഡോട്ടർ സ്ട്രാൻഡ്സിൻ്റെ ഗ്രോത്തിൽ അത് ഹെൽപ്പ് ചെയ്യും. DNA-യുടെ 2 സ്ട്രാൻഡുകളുണ്ടല്ലോ, ദേ ആർ ആൻറ്റി പാരലൽ ടു ഈച്ച് അതർ. അതായത് ഇപ്പം ഒരു സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനിലാണെങ്കിൽ അതർ സ്ട്രാൻഡ് വിൽ ബി ഇൻ 5' to 3' ഡയറക്ഷൻ. അതായത് ഇപ്പം ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ റീഡ് ചെയ്യുന്നത് 3' to 5' ഡയറക്ഷനിലാണെങ്കിൽ ഈ DNA പോളിമറേസ് സിന്തസൈസ് ചെയ്യുന്ന ന്യൂ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിലായിരിക്കും. അത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സ്ട്രാൻഡാണ്. സോ ദാറ്റ് ഈസ് ലീഡിങ് സ്ട്രാൻഡ്. ഇനി ദ അതർ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ദാറ്റ് ഈസ് 5' to 3' ഡയറക്ഷൻ ഇസ് ഇലോങ്ങേറ്റഡ് ഇൻ ആൻ ആൻറ്റി പാരലൽ ഡയറക്ഷൻ ബൈ ദ അഡീഷൻ ഓഫ് RNA പ്രൈമേഴ്സ് വിച്ച് ആർ ഫിൽഡ് വിത്ത് അതർ ജോയിനിങ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? ലാഗിങ് സ്ട്രാൻഡാണ് അത് ഫോം ചെയ്യുന്നത്. ആൻഡ് ദീസ് ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആർ നോൺ ആസ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഈ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ് പോലെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ആ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സിനെ പറയുന്നതാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഇനി RNA ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ഷോർട്ട് RNA പ്രൈമേഴ്സ് മസ്റ്റ് ബി റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ DNA ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഈ ഷോർട്ട് RNA പ്രൈമേഴ്സിലുള്ള ഈ RNA ന്യൂക്ലിയോടൈഡ്സ് എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്ത് and get replaced by DNA nucleotides which are then joined by DNA ligase enzyme. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായ ടെർമിനേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡ്സിൻ്റെ സിന്തസിസ് ആൻഡ് എക്സ്റ്റൻഷന് ശേഷം RNA പ്രൈമേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്യണം. എവിടെ നിന്ന്? ഒറിജിനൽ സ്ട്രാൻഡ്സ് നിന്ന് RNA പ്രൈമേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്യണം. അത് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് എക്സോന്യൂക്ലിയസ്, അതായത് DNA പോളിമറൈസ് 1. എന്നിട്ട് ദീസ് പ്രൈമേഴ്സ് ആർ റീപ്ലേസ്ഡ് വിത്ത് റൈറ്റ് ന്യൂക്ലിയോടൈഡ് ബേസസ്. എന്നിട്ട് ഈ പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ടൈമിൽ അനദർ ടൈപ്പ് എക്സോന്യൂക്ലിയസ് പ്രൂഫ് റീഡ് ദ ന്യൂ സ്ട്രാൻഡ്സ്. ഈ പുതിയ സ്ട്രാൻഡ്സിനെ എല്ലാം പ്രൂഫ് റീഡ് ചെയ്യും. സിന്തസിസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. ഇനി DNA ലൈഗേസ് എൻസൈമാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ എല്ലാം ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ യൂണിഫൈഡ് ആയിട്ടുള്ള സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത്. പാരന്റ് സ്ട്രാൻഡിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള DNA സീക്വൻസസ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ടീലോമിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ടീലോമിയേഴ്സ് പ്രൊട്ടക്റ്റീവ് ക്യാപ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ക്രോമസോംസിൻ്റെ എൻഡ് പോർഷനിൽ പ്രൊട്ടക്റ്റീവ് ക്യാപ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനാണ്? ടു പ്രിവെൻറ്റ് ദ ഫ്യൂഷൻ ഓഫ് നിയർ ബൈ ക്രോമസോംസ്. ഇനി ഈ ടീലോമിയേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് DNA പോളിമറൈസ് ആയ ടീലോമെറേസ് എന്ന എൻസൈമാണ് ടീലോമിയേഴ്സിനെ സിന്തസൈസ് ചെയ്യുന്നത്. and that catalyzes the telomere sequence at the end of the DNA. DNAയുടെ എൻഡ് പോർഷനിൽ ടീലോമിയർ സീക്വൻസിനെ കാറ്റലൈസ് ചെയ്യുന്നതാണ് ഈ എൻസൈം ടീലോമെറേസ്. ഇനി ഓൺ കംപ്ലീഷൻ ഈ പാരൻറ്റും കോംപ്ലിമെൻ്ററി സ്ട്രാൻഡും കോയിൽ ഇൻ ടു ഡബിൾ ഹെലിക്കൽ ഷേപ്പ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. DNA replication helps in inheritance, അതായത് the process of transfer of genetic material from one generation to another. അടുത്ത പോയിന്റ്, it is required for the growth, repair and regeneration of tissues in living organisms.